നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഖത്തറിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് മഴ ലഭിച്ചു. പുലർച്ചെയോടെയാണ് ദോഹ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും നേരിയ തോതിൽ മഴ പെയ്തത്. ഇൻഡസ്ട്രിയൽ ഏരിയ, അൽഖോർ, വക്ര തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ ചാറ്റൽ മഴ അനുഭവപ്പെട്ടു. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച വരെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥ മേഘാവൃതമായിരിക്കുമെന്നും ഇടയ്ക്കിടെ പൊടിപടലങ്ങളോടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിക്ക് ലീവിന് വേണ്ടി കൃത്രിമം കാണിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി സൗദി ആരോഗ്യ മന്ത്രാലയം. വ്യാജരേഖകൾ ഹാജരാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം സൗദി റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. തെറ്റും വ്യാജവുമായ കൃത്രിമ മെഡിക്കൽ റിപ്പോർട്ട് നൽകുന്ന എല്ലാ വ്യക്തികളും ശിക്ഷിക്കപ്പെടും. അസുഖാവധി ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത രീതി സെഹാത്തി പ്ലാറ്റ്ഫോം വഴിയാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. ആഘോഷ പരിപാടികളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് 75% വരെ വിലക്കുറവുമായി ഷാർജ എക്സ്പോ സെന്ററിൽ റംസാൻ നൈറ്റ്സ് പ്രദർശനത്തിന് തുടക്കമായി. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ ഷാർജ എക്സ്പോ സെന്ററാണ് റംസാൻ നൈറ്റ്സ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിന്റെ 42ാമത് പതിപ്പിൽ പ്രമുഖ റീറ്റെയിലർമാരും അന്താരാഷ്ട്ര പ്രാദേശിക തലത്തിൽ നിന്നുള്ള 500-ലേറെ ബ്രാൻഡുകളും 200-ലേറെ പ്രദർശകരുമുണ്ട്. കുവൈറ്റ് ജയിലുകളിൽ കഴിയുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജീവപര്യന്തം തടവുകാർക്ക് തടവ് ശിക്ഷ 20 വർഷമാക്കി കുറയ്ക്കാൻ തീരുമാനം. അമീർ ഷെയ്ഖ് മിഷാർ അൽ ഹമദ് അൽ ജാബർ അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ 20 വർഷമായി കുറയ്ക്കാൻ ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണിത്. നിലവിൽ ജീവപര്യന്തം തടവെന്നാൽ കടുത്ത ജോലികളോടെ മരണം വരെ ജയിലുകളിൽ കഴിയുക എന്നതാണ്. എമിറേറ്റ്സ് എയർലൈൻ മാർച്ച് 10-ന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. വിമാനത്താവളത്തിൽ നടക്കാനിരിക്കുന്ന വ്യാവസായിക പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കിയത്. ദുബായിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള EK-43, ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ദുബായിലേക്കുള്ള EK-44, ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ദുബായിലേക്കുള്ള EK-46 എന്നീ വിമാനങ്ങളെല്ലാം റദ്ദാക്കി. ഉംറ നിർവഹിക്കാനെത്തിയ മലയാളി ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി കുറത്തെടുത്ത് ഉമർ എന്ന കുഞ്ഞാപ്പയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. 1 മാസം മുമ്പ് ഭാര്യയ്ക്കൊപ്പം ഉംറ നിർവഹിക്കാനെത്തിയതായിരുന്നു. ഉംറ കർമ്മങ്ങൾക്ക് ശേഷം ജിദ്ദയിലുള്ള മകൾ റിഷാനയുടെയും മരുമകൻ ബാസിമിന്റെയും കൂടെ താമസിച്ചു വരികയായിരുന്നു. അടുത്ത മാസം 4-ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. 30 വർഷത്തോളം മുൻപ് റിയാദിൽ പ്രവാസിയായിരുന്നു. ദുബായ്, അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൂടെ കടന്നുപോകുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ലഗേജുകൾ സൂക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലെ ലഗേജ് സ്റ്റോറേജ് സൗകര്യം പ്രയോജനപ്പെടുത്താം. ഭാരമേറിയ പെട്ടികൾ വഹിക്കാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച തെരഞ്ഞെടുപ്പാണ് അധികൃതർ വാഗ്ദാനം ചെയ്യുന്നത്. ദുബായിലെ നായിഫിൽ ഒരു കമ്പനിയെ ലക്ഷ്യമിട്ട് നടത്തിയ സാഹസിക കവർച്ചയിൽ ഉൾപ്പെട്ട 4 എത്യോപ്യൻ പൗരന്മാരുടെ സംഘത്തെ ദുബായ് പോലീസ് അടുത്തിടെ അറസ്റ്റ് ചെയ്തു. മോഷ്ടാക്കൾ ഒരു സേഫ് തകർത്ത് 3 മില്യൺ ദിർഹം മോഷ്ടിക്കുകയും ഓഫീസിലെ സുരക്ഷാ ക്യാമറയിൽ പെടാതെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലെ ഒരു വാരാന്ത്യത്തിലായിരുന്നു കവർച്ച നടന്നത്. ഏറ്റവും കുറവ് മലിനീകരണമുള്ള അറബ് രാജ്യമായി ഒമാൻ. മേഖലയിലെ 1-ാം സ്ഥാനവും ആഗോളതലത്തിൽ 22-ാം സ്ഥാനവുമാണ് സുൽത്താനേറ്റിന്. നമ്പിയ പ്ലാറ്റ്ഫോമാണ് ഈ വർഷത്തെ ആഗോള മലിനീകരണ സൂചിക പുറത്തിറക്കിയത്. വായു, ജല ഗുണനിലവാരം, മാലിന്യ സംസ്കരണം, ശബ്ദ മലിനീകരണം, ഹരിത ഇടങ്ങളുടെ ലഭ്യത എന്നിവ സുൽത്താനേറ്റിനെ പട്ടികയിൽ 1-ാമതെത്തിച്ചു. ഉംറ നിർവഹിക്കാനെത്തി രോഗബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തീർത്ഥാടക മരിച്ചു. കൊല്ലം വടക്കേവിള സ്വദേശിനി മുംതാസ് ബീഗം കമലുദ്ദീനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ഉംറ കർമ്മങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനായി ജിദ്ദ വിമാനത്താവളത്തിലെത്തി ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വിമാനത്തിനായി കാത്തിരിക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.